അല്ലെങ്കിൽ രണ്ട് ചോദ്യം ഏറി നിൽക്കുന്നത് ഷിബു പീഡിയക്കിൽ അങ്ങനെ എപ്പോഴും വരുന്ന ആളല്ല. അദ്ദേഹത്തെ ഇവർ വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹം കാര്യമായിട്ട് വന്നിരിക്കുന്നതിനാൽ ഇവരുടെയൊക്കെ ഗുരു എന്നുള്ള നിലയിൽ നമ്മൾ ബഹുമാനിക്കണം, ഇവരുടെയൊക്കെ ഗുരു എന്ന നിലയിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ട് ചോദ്യങ്ങളുടെ ഏറി നിൽക്കുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ ഇടുക. അദ്ദേഹം പറയാം. ഒന്ന്, ഈ വാക്യം മേളിൽ കിടക്കുന്ന വാക്യം എബ്രായർ 1:1, ദൈവം പണ്ട് ഭാഗമായിട്ട്, പിശാച് പണ്ട് ഭാഗമായിട്ട് കൊടുത്തതല്ല, ദൈവം കൊടുത്ത്, ആ ദൈവം പുത്രനിലൂടെ, അതേ ദൈവമാണ്, വേറെ ദൈവം മാറിയിട്ടില്ല എന്ന് പറയുന്നത് താങ്കൾ വിശ്വസിച്ച് ഈ വാക്യം ഏറ്റു പറയുന്നുണ്ടോ? നമ്പർ 1. നമ്പർ 2, ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കൽ എന്ന് 10 കൽപ്പനയിൽ പറയുന്ന ആ നാമം ഏത്? ഈ രണ്ട് കാര്യത്തിന് ഒരു കാര്യമായ ഒരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നു. ബാക്കി എബ്രായർ 1:1, ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു എന്നുള്ള വാക്യം ഞാൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ബൈബിളിലെ മുഴുവൻ വാക്യങ്ങളും എടുക്കുന്നയാളാണ്. അപ്പൊ അതുകൊണ്ട് ഇതും എടുക്കും. രണ്ടാമത് ചോദിച്ച ചോദ്യം ഞാൻ വിട്ടുപോയല്ലോ, ഒന്ന് ഓർപ്പിക്കാവോ? രണ്ടാമത്തെ ചോദ്യം. ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അതേത്? ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അതേത്? അതെ, ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുതെന്നുള്ളത് യഹോവയുടെ കൽപ്പനയാണ്. യഹോവ കൽപ്പിച്ചാണ് എന്റെ നാമം വൃഥാ എടുക്കരുത് എന്ന് പൗലുസ്ലിഹ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവിന്റെ നാമത്തിൽ ചെയ്യുവിൻ. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ നാമം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും എപ്പോഴും ഓൾവേസ് ഡു ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. നേരെ ഓപ്പോസിറ്റ് കൽപ്പനയാണ്. മറ്റേ പുള്ളി പറയുന്നത് എടുക്കരുതേ എന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ അപ്പോസ്തലനായ പൗലൂസ് പറയും, നിങ്ങൾ എന്ത് വാട്ട് എവർ യു ഡു ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ് ആൻഡ് ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നെയിം ജീസസ് ഈസ് അബോവ് എവരി നെയിം. എല്ലാ നാമത്തിനും മീതെയുള്ള നാമവുമാണ്. അതെപ്പോഴും ഉപയോഗിക്കാനും നമുക്ക് അനുവാദം തന്നിട്ടുമുണ്ട്. അതാണ് വ്യത്യാസം. ഞങ്ങൾ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. അല്ല, ചോദ്യം ഉപയോഗിക്കരുത്. ഞാൻ ചോദിച്ചത് യേശു ക്രിസ്തു യഹൂദന് അവൻ ന്യായപ്രമാണം മോശ വഴി കൊടുക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ നാമം ഇല്ലല്ലോ. അപ്പൊ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ നാമം ഏതാന്നാണ് ചോദിച്ചത്. അത് യഹോവയുടെ നാമം ഉപയോഗിക്കരുതെന്നാ പറഞ്ഞേ. അത് ഏത് നാമമാണ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്? യഹോവയുടെ നാമെന്ന് പറഞ്ഞു ജിജി, കേൾക്കുന്നില്ലേ? യഹോവ എന്ന നാമം, യഹോവ അല്ലേ? യഹോവയുടെ നാമം ഉപയോഗിക്കരുത്. ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത് പറഞ്ഞാൽ അതേത്? അത് യഹോവയുടെ നാമം ഉപയോഗിക്കരുതെന്നാ പറഞ്ഞേ. ഒത്തിരി ചോദ്യം ചോദിക്കാനുണ്ട്. മോസ്റ്റ് എന്ത് ചെയ്യാം? കണ്ട പുള്ളി പോയി. ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലീഡറെ സംബന്ധിച്ച് യഹോവ ദൈവത്തിന്റെ നാമമാണ്. ഇനി എന്തോ തർക്കിക്കാണ് ഇവരോടൊക്കെ. മോസ്റ്റേ, ചോദ്യത്തിന് ഉത്തരം കേട്ടായിരുന്നോ? ദൈവത്തിന്റെ നാമം യഹോവയാണ് കേട്ടായിരുന്നോ? ദൈവത്തിന്റെ നാമം കേട്ടല്ലോ. ദൈവത്തിന്റെ നാമത്തെ ദൂഷിക്കരുതേ. പോയി ബ്രദറെ, നിങ്ങൾ സംസാരിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളെ വിളിച്ചോണ്ടോ? മോസ്റ്റ് കേട്ടില്ല, അത് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. മോസ്റ്റ് കേട്ടില്ലെന്ന് ക്രിസ്ത്യൻ പാസ്റ്റർ കേട്ടോ? അതാണ് പുള്ളി പറഞ്ഞത്. പിന്നെ എന്താ പുള്ളി പറഞ്ഞ? യഹോവ. യഹോവ കോശി ബ്രദറും പറഞ്ഞ യഹോവയാന്ന്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഈ ആളുകൾ ഇത്രമാത്രം കളവാ പറയുന്നത് കേട്ടോ. ക്രിസ്ത്യൻ പാസ്റ്ററിനെ ഡിലീറ്റ് ചെയ്ത് ബാധിക്കുള്ളൂ ഉള്ള കാര്യം ഞാൻ പറയാം. ക്രിസ്ത്യൻ പാസ്റ്ററിനെ ജിജി പറ്റത്തില്ല. അല്ല, നമ്മുടെ മോസ്റ്റ് ഒരു ചെറിയ കാര്യം, നമ്മുടെ ഷിബു പീഡിയക്കിൽ ഇവിടെ വന്ന് പറഞ്ഞല്ലോ അത് യഹോവയാന്ന് പറഞ്ഞു. നിങ്ങൾ എന്തോ പറയാത്തെ അല്ലേ? എന്ത് യഹോവയെന്ന്? യഹോവയാണെന്നോ? ഞാൻ കേട്ടില്ല, കേക്കത്തില്ല. നിങ്ങൾക്ക് അവിടെ പോയി ഇരിക്കുന്നു. അല്ല, നിങ്ങള് മോസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഈ യഹോവ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ദൈവമായിരുന്നു. പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ ദൈവം, ഇസ്രായേലിനെ നടത്തി. അത് നമുക്ക് അംഗീകരിക്കാമല്ലോ. നിങ്ങൾക്ക് അംഗീകരിക്കുന്ന ദൈവം ചത്തുപോയിട്ടില്ലെന്നാ ഞങ്ങള് പറയുന്നേ. ഒരിക്കലും. പക്ഷെ ആ ദൈവം ചത്തുപോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്, ജീവനോടെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ന്യായപ്രമാണത്തിന് പിന്നെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അവകാശമുണ്ട്, അധികാരം.
ഈ പുള്ളി എപ്പോഴും മാറ്റി മാറ്റി പറയാം. അത് തന്നെ ഈ പുള്ളിയുടെ കാര്യം. ഈ പുള്ളി എപ്പോഴും മാറ്റി മാറ്റി പറയാം. അത് തന്നെ ഈ പുള്ളിയുടെ കാര്യം. ഞാൻ പറഞ്ഞ ഇത് പറഞ്ഞ് ഇവിടെ ആ. ഇതാരാ പറയുന്നത്? സാജൻ ബ്രോ, സാജൻ ബ്രോ, എന്തോണ്ട് വിശേഷം? കുറെ നാളായി.